ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുതെന്ന്. ഒന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വൈഫല്ലേ, എന്തിനാ എന്നോട് ഇങ്ങനെ അണവണ? അരവണ അരവണ മലക്ക് പോയാലേ കിട്ടുള്ളൂ. അല്ല അതല്ല, പിന്നെ ഈ അണവണ അല്ല അവഗണന. ആ സാധനം വലിയ ഫ്ലാറ്റിൽ താമസിച്ചിട്ട് കാര്യമില്ല, ഇടയ്ക്ക് നാക്ക് പഠിക്കണം. അത് ഞാൻ ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചോണ്ടാ എനിക്ക് ചില മലയാളം അപ്പ് പറയുമ്പോഴേ ഇങ്ങനെ സ്ലിപ്പായി പോകും. നീ ഇംഗ്ലീഷ് നല്ല രീതിയിൽ ഒന്ന് പറഞ്ഞോളൂ. അയ്യോ എന്റെ മീനവിയയിൽ എന്തായോ എന്തോ. അയ്യോ മോനെ വാടാ. ചിരിപ്പിക്കാതെ കയറിപ്പോ. കുട്ടി ഒന്നും കൊണ്ടും പേടിക്കണ്ട, സ്വന്തം സഹോദരനെ പോലെ കണ്ടുകൊണ്ട് മറ്റു കാര്യങ്ങൾ പറയുക. വലിയണ്ണ പിന്നെ എനിക്കെല്ലാം പറയണം അണ്ണ, എനിക്കെല്ലാം പറയണം. ഞാൻ എല്ലാം പറയാൻ തന്നെ വന്നതണ്ണ. ഓ അണ്ണൻ തന്നെ പറഞ്ഞ കുടുംബത്തിൽ ഒരാളെ പോലെ നോക്കി കാണാൻ. അണ്ണ പിന്നെ അണ്ണനായോണ്ട് ഞാൻ എല്ലാം പറയാം അണ്ണ. ഒരു കുടുംബത്തിൽ ആളെ പോലെ പറയാം. അല്ല അണ്ണന്റെ വീട് എവിടെ അണ്ണ? കൊല്ലം. കൊല്ലത്തണ്ണ? കൊല്ലത്തെവിടെ? കൊല്ലം മങ്ങാട്. മങ്ങാട്? മങ്ങാട് എവിടെ അണ്ണ? മങ്ങാട് സ്കൂൾ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴ് അവിടെ ആലുണ്ട്. ഓ ആല്. അവിടെ തേങ്ങ വെക്കുന്ന മണികണ്ഠനുണ്ട്, ഒരു പൂക്കടയുണ്ട്. അനി ഒരു രണ്ട് കട അടുത്തടുത്തിരിക്കുന്നതല്ലേ അണ്ണ? അതെ, അവിടെ എടുത്തോട്ട് പോകണം. എടുത്തോട്ട് പോകുമ്പോ ഒരു വഴിയുണ്ടല്ലോ അണ്ണ അങ്ങോട്ട്. അതെ അതെ, ആ വഴി. അവിടെ ഒരു പെയിന്റ് ചെയ്യണ ഒരു സോങ് ഉണ്ടല്ലോ അതിന്റെ വീടിന് നേർക്ക്. അപ്പൊ റെയിൽവേയിൽ ജോലിയുള്ള രമേശ് അണ്ണന്റെ ആര്? അനിയൻ. എന്റെ പൊന്നെ, രമേശ് അണ്ണന്റെ അനിയനാ? അയ്യോ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ അണ്ണ ഞാൻ വീട്ടിലൊരു മുഴുത്ത ചക്ക വെട്ടി വെച്ചിരിക്കുന്നു. അണ്ണന് കൊണ്ടേ കൊടുക്കുമായിരുന്നു, അണ്ണൻ തിന്ന് പിള്ളേർക്കും കൊടുക്കായിരുന്നു. എന്റെ പൊന്നെ ഇത് അറിയണ്ടേ? ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരായിരുന്നു അല്ലേ അണ്ണ? ഓ പിന്നെ ലതിക ചേച്ചി എന്ന് പറയുമ്പോ എന്റെ അമ്മേരെ കുഞ്ഞമ്മേരെ നാത്തൂന്റെ മോന്റെ അനിയത്തിയാണ്. നിന്റെ മാമ മാമ. അപ്പൊ നിങ്ങളെ ബന്ധുക്കള് അല്ല ഞാൻ